സ്ട്രെസ് ഡിസോർഡർ എന്നാണ് പറയുക. നിങ്ങളുടെ വൈഫിന്റെ തലയിൽ നല്ലപോലെ ക്ഷതമേറ്റത് കൊണ്ട് ഇന്റർണൽ ഫെറൈറ്റർ വളരെ ഗുരുതരമാണ്. സോ നിങ്ങളുടെ കൊച്ചു മരിച്ചുപോയ കാര്യം നിങ്ങളുടെ വൈഫിന്റെ ബ്രെയിനിൽ ഇപ്പോഴില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ വൈഫ് കുട്ടി ജീവിച്ചിരിക്കുന്നതായും തന്നോടൊപ്പം സംസാരിക്കുന്നുണ്ടെന്നും വിചാരിക്കുന്നത്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രോമ. നിങ്ങൾ കഴിവതും അവരുടെ ബ്രെയിൻ സ്ട്രെസ് ആവാതെ നോക്കണം. കൊച്ചു മരിച്ചുപോയ കാര്യം അവരുടെ അടുത്ത് പറയരുത്. നിന്റെ മോള് മരിച്ചതിന് ശേഷവും അവള് ജീവനോട് ഉള്ളതുപോലെ നീ ഞാനൊക്കെ അഭിനയിച്ചില്ലേ? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറ. അനുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? മോളെ കഴിക്കും മോളെ. മോളെ എന്നാ കഴിക്കേ. അനു, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം. വരുമ്പോ നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകും. അച്ഛനാണെങ്കിൽ ഒന്നും അറിയുകയില്ല. 3 ദിവസത്തിനകം ഓപ്പറേഷൻ നടത്തില്ലെങ്കിൽ മോള് മരിച്ചു പോകും. അതിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയണ്ട. അത് പിന്നെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ഡോക്ടറെ വേഗം വിളിക്കേ. മോളെ ഹലോ ഡോക്ടർ, മോൾക്ക് ഹാർട്ട് ഡോണറിനെ ട്രൈ ചെയ്യുന്നു പറഞ്ഞില്ലായിരുന്നോ? ആരെങ്കിലും കിട്ടിയോ ഡോക്ടർ? ഓ, ഗുഡ് ന്യൂസ് ഡോക്ടർ. താങ്ക് യു. ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യം പോലെ, പക്ഷെ നിനക്കറിയാത്ത സത്യം ഒന്നുണ്ട്. അതറിഞ്ഞ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പേടിച്ചൊരു കാര്യമുണ്ട്. എന്റെ പേരക്കുട്ടി മോള് മരിച്ചതിന് ശേഷം ഡോക്ടറെ കാണാൻ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. സാരം മോളെ, നീ എന്റെ മോളെ പോലെയാ. നിന്റെ മോളെ ഓപ്പറേഷൻ ഫെയിലായി മരിച്ചതല്ല. നിന്റെ കൊച്ചിന്റെ ശരീരത്തിൽ ഹാർട്ട് ഇല്ല മോളെ. പോയിട്ട് വരാം സാർ. ശരി, ആയിക്കോട്ടെ സാർ. അവരുടെ കൊച്ചിനല്ല, നിങ്ങളുടെ കൊച്ചിനൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ഡോക്ടർ, 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 എന്തിനാ എന്റെ മോളെ കൊന്നത്? നീ നശിച്ചു പോയുള്ളൂ. നീ നന്നായിരിക്കില്ല. നമ്മളെ പോലെ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ടല്ല മരിച്ചതെന്ന കാര്യം അറിഞ്ഞ ശേഷം അനു ആ ഡോക്ടറോട് ചോദിക്കാൻ പോയപ്പോ അയാൾ അനുവിനെ അവിടുന്ന് തള്ളി താഴെ ഇട്ടു. വന്ന ദേഷ്യത്തിൽ ഞാൻ ആ ഡോക്ടറെ അടിക്കാൻ പോയി. ഇതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല മോനെ. അവന് വലിച്ചോണ്ട് പോടാ. നിന്നെ ഞാൻ വെറുതെ വരില്ലടാ. ആ ഡോക്ടർ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ ചെയ്യാ? എന്ത് ചെയ്താൽ എന്റെ ദേഷ്യം അടങ്ങും. മനുഷ്യന്റെ മനസ്സിന് വിഷമം വന്നാൽ ക്ഷേത്രത്തിലേക്ക് പോകും. പക്ഷെ അസുഖം വന്നാൽ ആശുപത്രിയിലേക്ക് പോകും. എന്തിനാണെന്നറിയോ? ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ ദർശിച്ചാൽ നമ്മുടെ അസുഖം മാറോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ആശുപത്രിയിലുള്ള നിന്നെ പോലത്തെ ഡോക്ടേഴ്സ് തീർച്ചയായും രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണടാ. ആ വിശ്വാസം നീ ഇല്ലാതാക്കിയടാ. All doctors are not gods. I hate you, doctor.
എത്രയൊക്കെ ഗുളിയും മരുന്നുമൊക്കെ കഴിച്ചിട്ടും മോളും മരിച്ചിട്ടില്ല എന്ന ചിന്ത മാത്രം അവളെ വിട്ടു പോയില്ല. എന്റെ പൊന്നു മോളെ, അനു നീ എന്താ ഈ കാണിക്കുന്നത്? അനു എന്താ നീ കാണിക്കുന്നത്? മോളെ പറയുന്നത് കേക്ക് മോളെ. എന്റെ പേരക്കുട്ടിയെ ജീവനോടെ കൊണ്ടുവരാൻ പറ്റില്ല. ജീവനോടുള്ള എന്റെ മോളെ രക്ഷിക്കാനായി എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഓപ്പറേഷൻ ചെയ്യാതെ വാക്കു കൊടുത്തു. അവളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളെയും അന്വേഷിച്ച് ഞാൻ കിഡ്നാപ്പ് ചെയ്തു. കുട്ടിയെ ഓപ്പറേഷൻ ചെയ്യാനായി ഞാനൊരു ഡോക്ടറെയും കിഡ്നാപ്പ് ചെയ്തു. ആ ഡോക്ടറുടെ മകനെ ഞാൻ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി. ആ ഡോക്ടറെ കൊണ്ട് ഞാൻ എല്ലാ ഹാർട്ട് ഓപ്പറേഷനും ചെയ്യിപ്പിച്ചു. എന്റെ മോൾ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി ഒന്നല്ല 100 ഹൃദയങ്ങൾ ഞാൻ എടുക്കും. ഈ കുട്ടി പിടിച്ചേ. എന്ത് പറ്റി? അത് ഞാൻ പിന്നീട് പറയാം. അനു, അനു, കുട്ടി എവിടെ? മോള് ദേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവൾക്ക് വേണ്ടിയാ ഞാൻ ജ്യൂസ് പിഴിയുന്നത്. ഞാൻ ചോദിച്ചത് നമ്മുടെ കുട്ടിയുടെ കാര്യമല്ല, അമ്പലത്തിൽ വെച്ച് നിന്റെ കയ്യിൽ തന്ന കുട്ടിയുടെ കാര്യമോ? മനസ്സിലായല്ലേ? മോളെ മരപ്പെട്ടിക്കകത്ത് ഉറക്കിക്കടത്തിയിരിക്കുക. അച്ഛൻ വന്ന ഉടനെ അവളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മോൾക്ക് ഓപ്പറേഷൻ നടത്താൻ പോവുക. പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. നമ്മുടെ മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും. നമ്മുടെ കുഞ്ഞു മരിച്ചു പോയടി പ്രാന്തി. ഇല്ല. നമ്മുടെ മോള് മരിച്ചു പോയെന്ന് പറയുന്നോ? അവിടെ കണ്ടില്ലേ അവള് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നത്? എനിക്കെന്താ ഭ്രാന്താണോ? ഞാനെന്താ ഭ്രാന്തിയാണോ?